അതുകൂടി പോയ സഹായിക്കണം. ഒരു കിഡ്നി 2 മാസം മുമ്പ് റിമൂവ് ചെയ്തതാണ്. കിഡ്നി വെക്കലല്ല, അത് വേറെ മാർഗമില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പോയാൽ വെക്ക് പിന്നെ ആരുമില്ല. എന്റെ കാക്ക മാത്രമേ ഉള്ളൂ, അല്ലാതെ സഹായിക്കണം. 12 വർഷത്തോളമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാല് പോലും ഇല്ല. അല്ല, ഞങ്ങൾക്ക് തന്നിട്ടില്ല. വിഷമിക്കണ്ടൊക്കെ ശരിയാവും. ഞങ്ങളെ ജയപറിന് കുട്ടികളും മക്കളും ഇല്ല. ഞങ്ങളെ ജയപറിന് കുട്ടികളെ കാണാൻ അത്രയും സന്തോഷമാണ്. ഞങ്ങൾ മദ്രസിന്റെയും പള്ളിന്റെ കമ്മിറ്റി അംഗമാണ് ഞങ്ങളെ ജയപറി. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പോത്തുകല്ല് പഞ്ചായത്തിലെ കൊനിപ്പാലയെ 8ാം വാർഡിൽ താമസിക്കുന്ന ചീരങ്ങിൽ വീട്ടിൽ താമസിക്കുന്ന ജേഫർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ പോളിസിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്ന മാരകമായ കിഡ്നി രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലാണ്. 100 കണക്കിന് ഡയാലിസിസ് നടത്തി, ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് നടത്തിയാണ് ഈ പ്രിയപ്പെട്ട ജേഫർ എന്ന് പറയുന്നവൻ ജീവൻ നിലനിർത്തി പോകുന്നത്. ഏറ്റവും സങ്കടം എന്ന് പറയുന്നത്, നമ്മുടെ ഒക്കെ കിഡ്നിയുടെ, ഒരു മനുഷ്യന്റെ ഒരു കിഡ്നിയുടെ തൂക്കം എന്ന് പറയുന്നത് 125 ഗ്രാം മുതൽ 170 ഗ്രാം വരെയാണ്. ഏറെ സങ്കടം. ഈ വലതുഭാഗത്തുള്ള കിഡ്നി റിമൂവ് ചെയ്താണ് പ്രിയപ്പെട്ടത്. കണ്ടില്ലേ നിങ്ങള്, സർജറി നടത്തി, ഓപ്പറേഷൻ നടത്തി, ഒരു കിഡ്നിയുടെ സഹായത്തോടു കൂടി മാത്രമാണ് ഇന്ന് ജേഫർ ജീവൻ നിലനിർത്തി പോകുന്നത്. ഈ കിഡ്നി റിമൂവ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 3 കിലോ തൂക്കത്തിന് മുകളിലായിരുന്നു ജേഫറിന്റെ വലതുഭാഗത്തെ കിഡ്നിയുടെ തൂക്കം എന്ന് പറയുന്നത്. ഏറെ സങ്കടം. അസ്സലാമു അലൈക്കും. എന്റെ ഭർത്താവാണ്. 8 വർഷമായി ഡയാലിസിസ് ചെയ്തോണ്ട് പോവാണ്. എനിക്ക് പെട്ടെന്ന് ഒരു സർജറി ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാരും സഹായിക്കണം. എനിക്ക് എന്റെ ഇക്ക മാത്രമേ ഉള്ളൂ. ഒരു നാടിന്റെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ദീനി കാര്യങ്ങളിൽ, സാമൂഹിക കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഇതേപോലുള്ള ആളുകൾ വീണ് കിടക്കുമ്പോ അവർക്ക് വേണ്ടി ജീവൻ മാറ്റിവെച്ച, തന്റെ പുരുഷായുസ് മുഴുവൻ നാട്ടിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായിട്ടുള്ള പ്രിയപ്പെട്ട ജേഫർ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവന്റെ സങ്കടമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത്. ഉണ്ടാകുമെന്നു വിഷമം വേണ്ട, ഞാൻ കൂടെ ഉണ്ടാകും. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൻഡിക്സിന്റെ വയറുവേദനയുടെ അപ്പൻഡിക്സിന്റെ സർജറി കഴിഞ്ഞു, ഹെർണിയുടെ സർജറി കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. ഇനി ഒരു ഹെർണിയുടെ സർജറിയും കൂടി ബാക്കിയുണ്ട്. ഈ കിഡ്നിയുടെ ഭാഗത്ത്, ഇടത്തെ കിഡ്നിയിൽ വെള്ളവും രക്തവും നിറഞ്ഞുകൊണ്ട് ഇടത്തെ കിഡ്നിയുടെ വലിപ്പം വളരെ അധികം തൂക്കം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ജേഫറിന്റെ വയറ് വീർത്തു വരുന്നു, ശ്വാസതടസ്സം പലപ്പോഴും അനുഭവപ്പെട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ വരുന്നു. കാലിലും ശരീരത്തിലും നീര് വരുന്നു. തൂക്കം 90 കിലോയിൽ നിന്ന് 70 കിലോയിലേക്ക് കുറഞ്ഞു നിൽക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥ, കളർ വരെ മാറുന്ന അവസ്ഥയിലാണ്. ജീവിതത്തിന്റെ ഭൂരിഭാഗവും നാടിനും സമൂഹത്തിനും പാപങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചവനാണ് ഇന്ന് വീണ് കിടക്കുന്നത്. മറ്റുള്ളവന്റെ വേദനയ്ക്ക്, മറ്റുള്ളവന്റെ ദുഃഖത്തിന്, വ്യഥയ്ക്ക്, അതിന് പരിഹാരം കാണാൻ വേണ്ടി സ്വന്തം പ്രശ്നങ്ങൾ മറന്നുകൊണ്ട് ഓടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ജാഫർ. പക്ഷേ ജാഫറിന്റെ 2 കിഡ്നിയും അസുഖം ബാധിച്ച് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തേണ്ട ഒരു ഘട്ടത്തിലാണ് ഉള്ളത്. ഇതിന് ഏകദേശം 40 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ച ജാഫറിനെ സഹായിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഈ നാടൊന്നാകെ. പ്രിയപ്പെട്ടവരെ, പ്രളയം വന്നപ്പോ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച നാടാണ് പോത്തുകല്ല് എന്ന് പറയുന്നത്. അവിടെ നിന്ന് അവർ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ കാല് പിടിക്കുകയാണ്. ഒരു നാട് ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരു പ്രിയപ്പെട്ട സഹോദരനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. എല്ലാം സാധാരണക്കാരാ, പാവങ്ങളാ. ഞങ്ങൾക്ക് പറ്റുന്നത്, ഈ നാടിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലും നടക്കാത്തത് കൊണ്ട് മാത്രമാണ് നവമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെ മുമ്പിലേക്ക് ഈ സങ്കടം പങ്കുവെക്കുന്നത്. ഈ നാടിന് വേണ്ടി ജീവിച്ച ജേഫർ ഒരുപാട് സന്തോഷത്തോടു കൂടി സ്വപ്നത്തിലേക്ക് ഈ മനോഹരമായ ഭൂമിയിൽ ഉള്ള കാലത്തോളം ജീവിക്കാൻ. അസ്സലാമു അലൈക്കും. ജാപ്പാപ്പാനെ എല്ലാവരും സഹായിച്ചണം. ജാപ്പാപ്പാക്ക് കുട്ടികളൊന്നുമില്ല. ജാപ്പാപ്പാക്ക് കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെല്ലാവരും ജാപ്പാപ്പാനെ സഹായിച്ചണം. നമ്മുടെ നാട്ടിലെ വലിയ പ്രതീക്ഷയാണ് ജാഫർ എന്ന സഹോദരൻ.
വളരെ ചെറുപ്പമാണ്. എല്ലാവിധ പിന്തുണയും നിങ്ങൾ നൽകുകയും ഒരു കിഡ്നി പൂർണ്ണമായി നീക്കം ചെയ്തു. രണ്ടാമത്തെ കിഡ്നി പകുതി തകരാറിലായി. ഈ ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ ജാഫറിനെ ഞങ്ങൾ മരണത്തിന് വിട്ടുകൊടുക്കില്ല. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളായി ഞങ്ങളൊപ്പം ഞങ്ങൾ കളിച്ച് നടന്ന ആ കാലം തൊട്ട് ഒന്നിച്ചു നിന്ന ആ കൂട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. സ്വന്തമായിട്ട് താമസിക്കാൻ പോലും നല്ലൊരു വീടില്ലാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ജാഫറിനെ ഈ ഒരു വലിയ പ്രയാസത്തിൽ നിന്ന് രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പള്ളിൻ്റെ സെക്രട്ടറിയും മദ്രസിൻ്റെ സെക്രട്ടറിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ കാര്യത്തിനും നാട്ടിലത്തെ എല്ലാ കാര്യത്തിനും ആൾ മുന്നോട്ടാണ്. ഇപ്പോൾ വളരെ ദയനീയാവസ്ഥയിലാണ്. നമുക്കറിയാം ജാഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിലെ എല്ലാ സാമൂഹിക പ്രവർത്തനത്തിലും സാംസ്കാരിക രംഗങ്ങളിലും നിറസാന്നിധ്യമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. 42 വയസ്സായിട്ടേ ഉള്ളൂ. അവരുടെ ജീവിതം ഒന്നും ആയിട്ടില്ല. ജാഫറിൻ്റെ ജീവൻ തിരിച്ചു പിടിക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ്. ഒരു സമൂഹ ജീവി എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആതിര പൂത്തുകല്ല്. ഞങ്ങളെ ജാഫർഖാനെ നിങ്ങളെല്ലാവരും സഹായിക്കണം. ഞങ്ങൾക്ക് ഈ നേരമായിട്ടും ഇവിടുന്ന് പോകാൻ കഴിയുന്നില്ല. ജാതി മത ഭേദമന്യേ ഞങ്ങളെല്ലാവരും ഈ നാട്ടിൽ കൂടിയിരിക്കുകയാണ്. കാരണം ഞങ്ങളെ ജാഫർഖാനെ ഞങ്ങൾക്ക് രക്ഷിക്കണം. ചിരിച്ചുകൊണ്ട് ഏത് നിമിഷവും നമ്മളെ മുമ്പിലേക്ക് കടന്നു വന്ന ജാഫറിനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നെ ചിരിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നടക്കുന്ന ഒരാളായിട്ട് ഞങ്ങൾക്ക് വേണം. 3 കൊല്ലമായിട്ട് അവൻ ഞങ്ങളെ തൊഴിലുറപ്പിൽ വന്നിരിക്കുന്ന വ്യക്തിയെ ഈ കൊല്ലം അവന് അതിനും കഴിഞ്ഞിട്ടില്ല. അവന് വരാൻ വയ്യ, ഫോട്ടോ എടുക്കാൻ വയ്യ. അള്ളാഹുവിനെ ഓർത്ത് പിടിച്ചുകൊണ്ട് സഹായിക്കണേ പ്രിയപ്പെട്ടവരെ.